ഹലോ ഓൾ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ ദ റെയിൻ ഓഫ് ലവ്, അതിലെ ഒന്നാമത്തെ ലെസനായിട്ടുള്ള ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പോൾ ഈ ഒരു ലെസൺ വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ ആർക്കും ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡിഫിക്കൽട്ടായ എല്ലാ ഇംഗ്ലീഷ് വാക്കുകളുടെയും അർത്ഥം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെയും ലെസൺസ് ഈസി ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ 10ാം ക്ലാസ്സിലെ ഹിന്ദിയും ഇംഗ്ലീഷ് ഗ്രാമർ, സ്പോക്കൺ ഇംഗ്ലീഷ് ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറലി ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈസി ഇംഗ്ലീഷ് ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇനി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞത് ദ റെയിൻ ഓഫ് ലവ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീം എന്താണ്? ഓരോ യൂണിറ്റിനും ഒരു തീം ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ദ ഡീപ്പ് ബോണ്ടേജ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻ അവർ ഫാമിലീസ്. അതായത് നമ്മുടെ കുടുംബങ്ങളിലെ ഒരുപാട് അംഗങ്ങളുണ്ടല്ലോ, ഇവരുടെ തമ്മിലുള്ള ആ ഒരു അടുപ്പമാണ്, ആ ഡീപ്പ് ബോണ്ടേജ് ആണ്, ഇഴയടുപ്പം. ഇപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം, അതാണ് തീമായിട്ട് ഈ യൂണിറ്റിന് വരുന്നത്. ഇനി ഈ ലെസൺ പറയുമ്പോൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, ഇത് 2 പാർട്ടായിട്ടാണ് ഈ ലെസൺ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഒരല്പം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മീനിങ് പറയണമെങ്കിൽ 2 വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പാർട്ട് 1 വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം പാർട്ട് 2 വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ. ദിസ് ഈസ് രാജാസ് ഫാമിലി. ഇതാണ് രാജയുടെ ഫാമിലി. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആരാ രാജ നമുക്കറിയില്ല, ചാപ്റ്റർ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. രാജ എന്ന് പറഞ്ഞ ഒരു ബോയ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു ബോയിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് രാജ. ക്യാൻ യു ഗസ് ഹൂ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ? അപ്പോൾ രാജയുടെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒറ്റയടിക്ക് നിങ്ങൾ ഗസ് ചെയ്യുന്നതാവില്ല, വായിച്ച് കഴിയുമ്പോൾ. താഴെയുള്ളത് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആണ്. പക്ഷേ ബാക്കിൽ നിൽക്കുന്ന ആരെ നമുക്ക് നോക്കാം. ഹൂ ഡസ് രാജ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി? രാജയുടെ ഫാമിലിയിലെ ഏറ്റവും കൂടുതൽ രാജ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? അത് നമുക്കറിയില്ല, കഥ വായിക്കുമ്പോഴേ അറിയുകയുള്ളൂ. റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. കഥ വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസിലുള്ള ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് മൈ ഹോം. ഇതിന് മുൻപായിട്ട് രാജ എന്ന് പറയുന്നൊരു കുട്ടി, രാജയുടെ അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പോൾ ഫാദർ രാജയെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി വളർത്താൻ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ അല്പം വികൃതിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ് രാജ. സ്വാഭാവികമാണ്, ഒരു കുട്ടി അതിൻ്റെ ചൈൽഡ്ഹുഡിൽ നന്നായിട്ട് വികൃതി കാണിക്കും, പ്രത്യേകിച്ച് ആൺകുട്ടികൾ അല്ലേ. അപ്പോൾ ഇങ്ങനൊരു വികൃതി കാണിച്ചുകൊണ്ട് മുത്തച്ഛൻ രാജയെ നന്നായിട്ട് വഴക്ക് പറയാണ്, പിന്നാലെ കൂട്ടാണ്, അടിക്കും തല്ലും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ രാജ ഓടുകയാണ്. ഓടിയിട്ട് ഭയം കൊണ്ട് ഒളിച്ചിരിക്കുന്നു. രാത്രിയായിട്ടും വീട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ വീട്ടുകാർ സ്വാഭാവികമായിട്ടും പരിഭ്രാന്തരാവും, അയൽവാസികൾ വരും, കുടുംബക്കാരെല്ലാവരും പരിഭ്രാന്തരായിട്ട് രാജയെ ആകെ തിരയുകയാണ്. പക്ഷേ രാജയാണെങ്കിൽ ആരും കാണുന്നില്ല. രാജയ്ക്ക് എന്ത് സംഭവിച്ചു? അതാണ് നമുക്കിനി ഈ ചാപ്റ്ററിൽ കാണാനുള്ളത്. അപ്പോൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് മൈ ഹോം എന്നുള്ളത്. അതിന് മുൻപായിട്ട് ഇത് എഴുതിയ ആളെക്കുറിച്ച് വളരെ പെട്ടെന്നൊന്ന് വായിക്കാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വായിക്കേണ്ടതുണ്ട്. കേശവൻ ശങ്കരപിള്ളൈ 1902 ജനിച്ചത്. 1989 അദ്ദേഹം മരണപ്പെട്ടത്. നോൺ ആസ് ശങ്കർ, അദ്ദേഹം അറിയപ്പെടുന്നത് ശങ്കർ എന്നാണ്. വാസ് എൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇന്ത്യൻ കാർട്ടൂൺസിൻ്റെ ഫാദറായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ഹി ഈസ് പെർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. ഹി ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1957 ആൻഡ് ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ഇൻ 1965. Shankar won many awards like Padma Shri, Padma Bhushan and Padma Vibhushan. അപ്പോൾ അതിൻ്റെ വർഷങ്ങളൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ പബ്ലിഷ്ഡ് ഇൻ 1953. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ളത് ഒരു ഫിക്ഷനാണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ സംഭവിക്കാത്തത്. നോൺ ഫിക്ഷൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഫിക്ഷൻ സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയാണ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. 1953 അത് പബ്ലിഷ് ചെയ്തത്. നമുക്ക് ഈ ലെസന് തുടക്കം മുതൽ വായിക്കാം.
മൈ ഹോം, എൻ്റെ വീട്. രാജ പറയാണ് എവ്രിബഡി കോൾഡ് മീ രാജ. എല്ലാവരും എന്നെ വിളിക്കുന്നത് രാജ എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം. എൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ഇതായിരുന്നില്ല. ബട്ട് ഐ ലൈക്ഡ് ബീങ് കോൾഡ് രാജ. പക്ഷേ എനിക്കിഷ്ടമാണ് ബീങ് കോൾഡ് രാജ. രാജ എന്ന് വിളിക്കപ്പെടുന്നതിന് എനിക്കിഷ്ടമാണ്. എൻ്റെ പേരതല്ലെങ്കിലും എന്നെ എല്ലാവരും രാജ എന്ന് വിളിക്കുമ്പോൾ എനിക്കത് ഇഷ്ടമാണ്. ലൈക്ക്ഡ് എന്ന് വായിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഒരിക്കലും നമ്മൾ ലൈക്ക്ഡ് എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ്. ഇംഗ്ലീഷിൻ്റെ അകത്ത് കറക്റ്റ് ഉച്ചാരണം ലൈക്ഡ് എന്നാണ് കേട്ടോ. ട് എന്നുള്ള ഉച്ചാരണം അവസാനം വരിക അവിടെ. ലൈക്ഡ് ബീങ് കോൾഡ് രാജ. അതുപോലെ തന്നെ കാൾഡ് എന്ന് വായിക്കരുത്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ പരമാവധി കറക്റ്റായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ ഉച്ചാരണവും മെച്ചപ്പെടുത്തുക. ഇംഗ്ലീഷിൽ കോൾഡ് എന്നാണ് പറയാം. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. രാജ പറയാം ഞാൻ ജീവിച്ചത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെയായിരുന്നു. ദേ വർ മൈ ഗാർഡിയൻസ്. അവരായിരുന്നു എൻ്റെ ഗാർഡിയൻസ്. ആരെ ഗാർഡിയൻസ്? നോക്കി വളർത്തുന്ന ആൾ. ഓക്കെ, എൻ്റെ ഗാർഡിയൻസ് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആയിരുന്നു. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. ഞാൻ വളരെ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ മരണപ്പെട്ടു. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഹൂ ബ്രോട്ട് മീ അപ്പ്. എന്താ പറഞ്ഞത്? എൻ്റെ ഫാദർ എന്ത് ചെയ്തു? ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്. എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് എന്നെ കൊണ്ട് ചെന്നാക്കി. എന്തിന്? ഹു ബ്രോട്ട് മീ അപ്പ്. അവരാണ് എന്നെ വളർത്തിയത്. ബ്രോട്ട് അപ്പ്, വളർത്തിക്കൊണ്ടുവരിക. ഹു ബ്രോട്ട് മീ അപ്പ് ഫ്രേസൽ വെർബാണ് കേട്ടോ. ബ്രോട്ട് മീ അപ്പ്, എന്നെ വളർത്തി കൊണ്ടുവന്നത് ആരാണ്? എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്. വലിയ വീട്ടിലാണ്. ലാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗ്, വലിയ വീട്ടിലാണ് ഞങ്ങൾ ജീവിച്ചത്. ബട്ട് വി വർ എ സ്മോൾ ഫാമിലി. പക്ഷെ ഞങ്ങൾ ചെറിയ കുടുംബമായിരുന്നു. അംഗങ്ങൾ കുറവായിരുന്നു കുടുംബത്തിൽ. ഒരുപാട് പേരുണ്ടായിരുന്നില്ല. ദർ വെയർ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, മുത്തച്ഛൻ ഉണ്ടായിരുന്നു, മുത്തശ്ശി ഉണ്ടായിരുന്നു, അങ്കിൾ ആൻഡ് ഐ. അങ്കിൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പിന്നെ ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. വി ഹാഡ് മെനി റിലേറ്റീവ്സ്. ഞങ്ങൾക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്, റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. പക്ഷെ അവരൊന്നും ഈ വീട്ടിലായിരുന്നില്ല താമസിച്ചിരുന്നത്, അവരുടെ സ്വന്തം വീടുകളിലായിരുന്നു. ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള, ടാളെന്ന് വായിക്കരുത് കേട്ടോ. ടോൾ, സ്ട്രോങ് മാൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളായിരുന്നു. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. ഗ്രാൻഡ് ഫാദർ എപ്പോഴും വലിയ ശബ്ദത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. പ്രായമായ ആൾക്കാർ എങ്ങനെയാണല്ലേ, വളരെ ശബ്ദത്തിൽ സംസാരിക്കും. അപ്പോൾ ലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെയായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉറക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജിലെ എല്ലാവരെയും ഗ്രാൻഡ് ഫാദറിന് അറിയാമായിരുന്നു. ന്യൂ എന്ന് പറഞ്ഞാൽ അറിയുമായിരുന്നു. എവ്രി വൺ എല്ലാവരെയും. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ജനങ്ങൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തു. റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചു. ദേ കെയിം ടു ഹിം. ആരാണ് ഈ ദേ? പീപ്പിൾ ഓഫ് ദ വില്ലേജ് അല്ലേ. ഈ വില്ലേജേഴ്സ് എന്ത് ചെയ്തു? കെയിം ടു ഹിം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരും. ഫോർ അഡ്വൈസ്, ഉപദേശത്തിന്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം. ആൻഡ് ഹെൽപ്പ്, സഹായത്തിന് അതുപോലെ തന്നെ ഉപദേശത്തിനൊക്കെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് വില്ലേജസ് വരും. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. എന്നാൽ വളരെ സോഫ്റ്റായ പ്രകൃതമാണ് ഗ്രാൻഡ് മദർ. എങ്ങനെയാണ്? കൈൻഡാണ്, ദയാലുവാണ്, ജെൻറ്റിലാണ്, എളിമയുള്ള നല്ല മാന്യമായ ഒരു സ്ത്രീ ആയിരുന്നു. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. എന്താണ് ഗുഡ് കെയർ ഓഫ് മീ? എന്നെ നന്നായിട്ട് സംരക്ഷിച്ചു. മുത്തശ്ശിനെ നന്നായിട്ട് സംരക്ഷിച്ചിരുന്നു, നന്നായിട്ട് നോക്കിയിരുന്നു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ. ഫോളോ, പിന്നാലെ വരിക. എൻ്റെ പിന്നാലെ നിഴൽ പോലെ വരും. നിഴൽ എങ്ങനെ? നമ്മൾ പോകുന്നിടമൊക്കെ നിഴൽ വരും. അതേപോലെ തന്നെ ഗ്രാൻഡ് മദർ ഞാൻ പോകുന്നിടമൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ എൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടാവും. എന്തൊക്കെ പറയും? സേയിങ് പറഞ്ഞുകൊണ്ട്. ഡ്രിങ്ക് ദിസ് മിൽക്ക്, ഈ പാല് കുടിക്ക്. ഓർ ഈറ്റ് യുവർ ഫുഡ്, ഈ ഭക്ഷണം കഴിക്ക്. ഫുഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത് സാധാരണ, പക്ഷേ ഫുഡല്ല കേട്ടോ, ഫുഡ് എന്നാണ് പറയാം. ലോങ് വവലാണ് ഫുഡ്. ഈറ്റ് യുവർ ഫുഡ്, നിൻ്റെ ഭക്ഷണം കഴിക്ക്. ഓ ഹാവ് യുവർ ബാത്ത്, കുളിക്ക്. ഓർ ഗോ ടു ബെഡ്, ഉറങ്ങാൻ പോ, ബെഡിലേക്ക് പോ. ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ കൊണ്ട് പിന്നാലെ വരും. താഴെ കണ്ടോ ഭക്ഷണം കൊണ്ടുവരുന്ന ആ ഒരു പിക്ചറാണ് കാണുന്നത്. ബാക്കി നോക്കാം. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. കുട്ടികളാകുമ്പോൾ അങ്ങനെ ഭക്ഷണത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, മിഠായി ഒഴിച്ച് അല്ലേ. അപ്പോൾ എന്താണ് അവർ പറയുക? ഈ കുട്ടി എന്താ പറയുക? ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്, എനിക്കിത് ഇഷ്ടമല്ല അല്ലേ, ഇങ്ങനെ പിന്നാലെ വരുന്നത്. ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ വെരി മച്ച്. എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു.
എൻ്റെ പിന്നാലെ വരുന്നത് ഇഷ്ടമല്ലെങ്കിലും രാജ പറയാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലവർ. എൻ്റെ അങ്കിള്, ഒരു ഗ്രാൻഡ് പാരൻസിന് പുറമെ അവിടെ വീട്ടിൽ അങ്കിൾ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്കിളായിരുന്നു എങ്ങനെയായിരുന്നു? യങ് ആയിരുന്നു, ചെറുപ്പമായിരുന്നു. ആൻഡ് വെരി ക്ലവർ, നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. ഇവിടെ ഗ്രാൻഡ് ഫാദറിനെ പലപ്പോഴും അങ്കിളായിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നത്. എന്തിനൊക്കെ? ഇൻ ലുക്കിംഗ് ആഫ്റ്റർ. ലുക്കിംഗ് ആഫ്റ്റർ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബാണ്. ലുക്കിംഗ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക, നോക്കി നടത്തുക എന്നൊക്കെയാണ്. ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ്. ഗ്രാൻഡ് ഫാദറിന് ശേഖരങ്ങളുണ്ട്, ഗാർഡൻ ഉണ്ട്. ഈ ഗാർഡൻ ഇതൊക്കെ നോക്കി നടത്തലാരാണ്? അങ്കിളാണ്. പീപ്പിൾ ലൈക്ഡ് ഹിം. ജനങ്ങൾക്കൊക്കെ അങ്കിളിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. എനിക്കും എൻ്റെ അങ്കിളിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വെനെവർ ഐ വാസ് ഇൻ ട്രബിൾ. എപ്പോഴൊക്കെ ഞാൻ ട്രബിൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിലാവുന്ന, പ്രശ്നത്തിലാവുന്ന സമയത്ത് അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ്. എന്നെ സഹായിക്കാൻ, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്നെ സഹായിക്കാൻ അങ്കിൾ വരും. ബാക്കി നോക്കാം. അറ്റ് ഹോം, വീട്ടിൽ, ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. എനിക്ക് കളിക്കാൻ സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നില്ല. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക്, ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമായിരുന്നില്ല എന്ത്? മൈ ഗോയിങ് ഔട്ട്, ഞാൻ പുറത്തു പോകുന്നത്, ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ, മറ്റുള്ള കുട്ടികളുമായിട്ട്. ചിൽഡ്രൻ, കുട്ടികൾ. ചൈൽഡ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, അതായത് ഏകവചനം, ഒരു കുട്ടി. ചിൽഡ്രൻ ബഹുവചനാണ്, പ്ലൂറലാണ്, ഒരുപാട് കുട്ടികൾ. അപ്പോൾ ഞാൻ മറ്റുള്ള കുട്ടികളുമായിട്ട് പുറത്തു പോയി കളിക്കുന്നത് ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമായിരുന്നില്ല. ഹി ബിലീവ്ഡ്, അദ്ദേഹം വിശ്വസിച്ചു, ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ്. സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ നശിക്കും. പലപ്പോഴും ഇത് കേൾക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ലേ, എന്താണ് പാരൻസ് പറയാറുണ്ട്, പുറത്ത് പോയി കളിക്കുമ്പോൾ നിങ്ങളിങ്ങനെ എന്താണ് മോശ സ്വഭാവം പഠിക്കും എന്നുള്ളത്. അതാണ് ഇവിടെയും പ്രശ്നം. ഹി ബിലീവ്ഡ്, ഗ്രാൻഡ് ഫാദർ വിശ്വസിച്ചത് എന്തായിരുന്നു? ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ്, ഞാൻ നശിക്കും. ഇഫ് ഐ ഡിഡ് സോ, ഞാൻ അങ്ങനെ അപ്രകാരം ചെയ്താൽ, അതായത് ഞാൻ പുറത്തു പോയി വേറെ കുട്ടികളോടൊപ്പം കളിച്ചാൽ ഞാൻ നശിക്കുമെന്നാണ് ഗ്രാൻഡ് ഫാദർ വിശ്വസിക്കുന്നത്. അതർ ചിൽഡ്രൻ ഡിഡ് നോട്ട് ലൈക്ക് ടു കം ടു അവർ ഹൗസ്. മറ്റുള്ള കുട്ടികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അവർക്കും ഇഷ്ടമല്ല. ബിക്കോസ്, എന്താ കാരണം? ദേ വേർ അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. അവർക്ക് ഗ്രാൻഡ് ഫാദറിനെ പേടിയാണ്. അഫ്രൈഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഗ്രാൻഡ് ഫാദർ നന്നായിട്ട് വഴക്ക് പറയും, അപ്പോൾ അവർക്ക് ഭയമാണ്. യെറ്റ്, എന്നാലും, ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. ഡൾ എന്ന് പറഞ്ഞാൽ ബോറിങ്. നോട്ട് ഡൾ, ബോറിങ് ആയിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കിവിടെ കളിക്കാൻ വേറെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഗ്രാൻഡ് ഫാദറിനൊപ്പമുള്ള ജീവിതം എന്ന് പറയുന്നത് ഡൾ ആയിരുന്നില്ല, ബോറിംഗ് ആയിരുന്നില്ല. ഐ ലൈക്ഡ് മൈ ഹോം. ഞാൻ എൻ്റെ വീടിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ വെരി ലാർജ് ഗാർഡൻ ഓൾ അറൗണ്ട് ഇറ്റ്. ഈ വീടിന് ചുറ്റും എന്താണ്? എ വെരി ലാർജ്, വളരെ വലിയ ഗാർഡൻ. ഗാർഡൻ എന്താ? ചെറിയ തോട്ടമുണ്ട്. ഓൾ അറൗണ്ട് ഇറ്റ്, ഇതിന് ചുറ്റും, വീടിന് ചുറ്റും തോട്ടമുണ്ട്. ദർ വർ മെനി ട്രീസ്, അതിൽ ഒരുപാട് മരങ്ങളുണ്ട്. ട്രീസ്, മരങ്ങളുണ്ട്. ഇൻ ദ ഗാർഡൻ, ഗാർഡനിൽ മരങ്ങളുണ്ട്. കോക്കനട്ട് ട്രീസ്, എന്തൊക്കെയാണ്? തെങ്ങുണ്ട് അല്ലേ. മാംഗോ ട്രീസ്, മാവുണ്ട്. ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ട്രീസ്, മറ്റുള്ള മരങ്ങളുമുണ്ട്. ഒരുപാട് മരങ്ങളുണ്ട്. ദർ വർ ബേർഡ്സ്, പക്ഷികളുണ്ടായിരുന്നു. ബട്ടർഫ്ലൈസ്, എന്താണ്? പൂമ്പാറ്റകളുണ്ടായിരുന്നു. ആൻഡ് ഹണി ബീസ്, നല്ല തേനീച്ചയും ഉണ്ടായിരുന്നു. ദർ വേർ മെനി ടാങ്ക്സ്, ഫിഷ് ഇട്ട് വെക്കുന്ന ടാങ്ക് അല്ലേ, അങ്ങനെ ടാങ്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വിത്ത് പ്ലെൻറ്റി ഓഫ് ഫിഷ് ഇൻ ദം, അതിനകത്തൊക്കെ ഒരുപാട്. പ്ലെൻറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ എ ലോട്ട് ഓഫ്, ഒരുപാട് എന്നാണ് അർത്ഥം. ഒരുപാട് ഫിഷ്, മത്സ്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇനിയോ കിങ് ഫിഷേഴ്സ്, അതായത് പൊന്മാൻ, മീൻകൊത്തി പൊന്മാൻ എന്ന് പറയില്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ആ ഒരു പക്ഷി, അതാണ് കിങ് ഫിഷേഴ്സ് ഉണ്ടായിരുന്നു. സ്റ്റോക്സ് ഉണ്ടായിരുന്നു. കൊക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അതർ വാട്ടർ ബേർഡ്സ്, മറ്റ് വാട്ടർ ബേർഡ്സും ഉണ്ടായിരുന്നു. അവരൊക്കെയോ കെയിം ടു ദ ടാങ്ക്സ് ടു ക്യാച്ച് ദ ഫിഷ്. ഇവിടെ ടാങ്ക് ഉണ്ട്, അതിനകത്ത് ഫിഷ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മീൻ പിടിക്കുന്ന ഈ പക്ഷികളൊക്കെ അവിടെ വരുമായിരുന്നു. എന്തിന്? ടു ക്യാച്ച് ദ ഫിഷ്, ക്യാച്ച് ചെയ്യാൻ, പിടിക്കാൻ, മീനെ പിടിക്കാൻ. ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിലെ ഒരു കോർണർ, ഒരു മൂലക്ക് എന്താണ്? വാസ് എ ഗ്രൂവ്, അവിടെ ഒരു തോട്ടമുണ്ട്, ഗ്രൂവ് ഉണ്ട്. വേർ ട്രീസ്, അവിടെ മരങ്ങളുണ്ട്. ഷ്രബ്സ്, കുറ്റിച്ചെടികളുണ്ട്. ആൻഡ് ക്രീപ്പേഴ്സ്, ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വള്ളികളുണ്ട്. ഗ്രൂ വൈൽഡ്, വിശാലമായിട്ട്, വൈൽഡായിട്ട്, കാട് പോലെ. എന്താണ്? ഗ്രൂ എന്ന് പറഞ്ഞാൽ വളർന്നു. ഓക്കെ, ഗ്രോ എന്ന് പറഞ്ഞാൽ വളരുക, ഗ്രൂ വളർന്നു. അങ്ങനെ
ഇവിടെ മരങ്ങളും ചെടികളും വള്ളികളും ഒക്കെ നന്നായിട്ട് വൈൽഡായിട്ട് വളർന്നു. ജാക്കൽസ്, കുറുക്കന്മാർ. മംഗൂസസ്, മംഗൂസസ് എന്ന് പറയുമ്പോൾ കീരികൾ. വൈൽഡ് കാറ്റ്സ്, കാട്ടുപൂച്ചകൾ. ആൻഡ് ഓൾസ്, ഓൾസ് എന്ന് പറഞ്ഞാൽ മൂങ്ങകൾ. ലിവ്ഡ് ഇൻ ദ ഗ്രൂവ്, ആ ഗ്രൂവിൽ ഈ പറഞ്ഞ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. വി ഹാഡ് മെനി കൗസ്, ഞങ്ങൾക്ക് ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. ബുൾസ്, കാളകളുണ്ടായിരുന്നു. ആൻഡ് ബുല്ലക്സ്, ബുല്ലക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കാളകളാണ്. ഈ വണ്ടിക്കാളകളൊക്കെ, വണ്ടിയൊക്കെ വലിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ജോലി എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന കാളകളാണ് ബുല്ലക്സ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ലിറ്റിൽ കാവ്സ്, കണ്ടോ ആ വാക്ക് കാവ്സ്? കാവ്സ് എന്ന് പറഞ്ഞാൽ ഈ പശുക്കിടാങ്ങളാണ്. അപ്പോൾ അത് ആണാവാം പെണ്ണാവാം. അപ്പോൾ ഈ ചെറിയ പശു ആവാം അല്ലെങ്കിൽ ചെറിയ കാളയാവാം. ഇതിനൊക്കെ കാവ്സ് എന്ന് പറയും. പ്ലൂറലാണ്, ബഹുവചനാണ് കാവ്സ്. കാഫ്, CALF എന്നാണ് ഒന്നിനെ പറയാം. CALF. ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും ഒരു ജീവിയുടെ, ഇപ്പോൾ പശു അല്ലെങ്കിൽ ചെറിയ കാള, ഇതിനൊക്കെ ചെറുത് ഒന്നിനെ കാഫ്, CALF എന്ന് പറയുമ്പോൾ ഒരുപാടെണ്ണത്തിനെ കാവ്സ്, CALVES എന്നാണ് പറയുക. ഇവിടെ പ്ലൂറലാണ്. അപ്പോൾ ചെറിയ ഇങ്ങനത്തെ എന്താണ് പശുക്കിടാങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലിറ്റിൽ കാവ്സ് പ്ലേഡ്, അവിടെ കളിച്ചു. ആൻഡ് റാൻ അബൌട്ട്, ഓടി. ഇൻ അവർ ഗാർഡൻ, ഞങ്ങളുടെ ഗാർഡനിലൂടെ ആകെ ഓടിക്കളിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര രസമാണ്. എല്ലാ ജീവികളും ഉണ്ട്. ഐ ലൈക്ക് ടു പ്ലേ വിത്ത് ദ കാവ്സ്, എനിക്ക് ഈ പശുക്കിടാങ്ങളെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ലൈക്ക് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ, ഗാർഡനിലുള്ള പക്ഷികളെ ഇങ്ങനെ നോക്കിയിരിക്കാൻ, വാച്ച് ചെയ്യാനും എനിക്കിഷ്ടമായിരുന്നു. ഐ ലുക്ക്ഡ് ഫോർ ജാക്കൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രൂവ്, കുറുക്കന്മാരൊക്കെ എന്താണ് ഗ്രൂവിൽ നിന്ന്, ഈ ചെറിയ ചെടികളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരിക. അവിടെ ഗ്രൂവ് എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഐ റൈൻ ആഫ്റ്റർ മംഗൂസസ്, കീരയുടെ പിന്നാലെ ഞാൻ ഓടും. ആൻഡ് ഐ കോട്ട് ബട്ടർഫ്ലൈസ് എന്താണ്? ഈ ഞാൻ നേരത്തെ പറഞ്ഞു പൂമ്പാറ്റകളെ ഞാൻ പിടിച്ചു. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക, അതിൻ്റെ പാസ്റ്റ് ഫോമാണ് കോട്ട് എന്ന് പറയുന്നത് കേട്ടോ. കോട്ട് എന്നാണ് വായിക്കുക. സ്പെല്ലിംഗ് നോക്കണം, CAUGHT. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ബട്ടർഫ്ലൈസിനെ പിടിക്കും. ആൻഡ് റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഉരകങ്ങൾ, അതായത് പിന്നെ ഇവിടെ ചെറിയ ലിസാർഡ്, പല്ലിയോ അതല്ലെങ്കിൽ വല്ല ഓന്തോ അരണ, അങ്ങനെയൊക്കെ ഇതിനൊക്കെ എന്താ പിടിക്കുന്ന പറഞ്ഞത്. കൃത്യമായിട്ട് ഏത് റെപ്റ്റൈൽസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വക ജീവികളൊക്കെ പിടിക്കും. ഇനി ഇതിൻ്റെ സെക്കൻഡ് സെക്ഷനാണ് കേട്ടോ. സെയിം ചാപ്റ്റർ തന്നെ വേറൊരു സെക്ഷനാണ്. മേക്കിംഗ് എ ഷവർ, മഴ ഉണ്ടാക്കുക. എങ്ങനെ മഴ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മരത്തിൽ നിറയെ വെള്ളത്തുള്ളികളുണ്ടാവും. അപ്പോൾ താഴേക്ക് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയിട്ട് അവരറിയാതെ മരം കുലിക്കാണ്ട് അവരാകെ നനയിപ്പിക്കില്ലേ? ഇതേപോലെ ഒരു വികൃതി നമ്മുടെ രാജ എന്ത് ചെയ്യാണ്? മുത്തശ്ശനോട് ചെയ്യാണ്. അതാണ് ഇവിടെ ചെയ്യുന്ന വികൃതി. നമുക്ക് നോക്കാം. മേക്കിംഗ് എ ഷവർ, മഴ ഉണ്ടാക്കുക. ഇറ്റ് വാസ് ആൻ ഈവനിങ്, അതൊരു വൈകുന്നേര സമയമായിരുന്നു. ആഫ്റ്റർ എ ഹെവി റെയിൻ, ഒരു ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായ മഴയ്ക്ക് ശേഷമുള്ളൊരു ഈവനിങ് ആയിരുന്നു അത്. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. ഗ്രാൻഡ് ഫാദർ എന്തായിരുന്നു? വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ്, ഈ ഫ്ലവേഴ്സ്, പൂക്കൾ എടുക്കുകയായിരുന്നു. ഫ്രം ദ ജാസ്മിൻ ബുഷ്, മുല്ല രണ്ട് തരത്തിലുണ്ട് അല്ലേ? കുറ്റിമുല്ല ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കുറ്റിമുല്ല ചെടി ആയിരിക്കും ഇവിടെ, അല്ലെങ്കിൽ വള്ളിയുണ്ട്. പക്ഷെ ഇവിടെ കുറ്റിമുല്ല ചെടിയാണോ സാധ്യത. ബുഷ് എന്താണ്? ജാസ്മിൻ ബുഷിൽ നിന്ന് എന്താണ് ഇങ്ങനെ ജാസ്മിൻ ഫ്ലവേഴ്സ്, അതായത് ഇങ്ങനെ മുല്ലപ്പൂക്കൾ എന്താണ് പറിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മുല്ല എവിടെയാണ്? അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ, ഒരു ചന്ദനമരമുണ്ട്. ആ സാൻഡൽവുഡിന് താഴെ നിന്ന് കണ്ടെന്താണ് മുത്തച്ഛൻ ഇങ്ങനെ പുഷ്പങ്ങൾ പറിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ ലീവ്സ് ഓഫ് ദ ട്രീ വർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ് എന്താ? മഴത്തുള്ളികളാണ് റെയിൻ ഡ്രോപ്സ്. അപ്പോൾ അത് കൊണ്ട് ആകെ നിറഞ്ഞിരിക്കുകയാണ് ഈ ചെടിയുടെ ഇലകൾ മുഴുവനും. ഐ ന്യൂ ഐ കുഡ് മേക്ക് റെയിൻ, അപ്പോൾ രാജ മനസ്സിൽ കരുതുക, എനിക്കറിയാമായിരുന്നു. ഐ കുഡ് മേക്ക്, എനിക്കുണ്ടാക്കാൻ സാധിക്കും റെയിൻ, മഴ. ഇഫ് ഐ ഷുക്ക്, കുലുക്കിയാൽ. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കുക, ഷുക്ക് അതിൻ്റെ പാസ്റ്റ് ഫോമാണ്, കുലുക്കുക. അപ്പോൾ ഇവിടെ കുലുക്കി കഴിഞ്ഞാൽ ദ ട്രീ, മരം കുലുക്കി കഴിഞ്ഞാൽ എനിക്ക് മഴ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇലയിൽ മുഴുവൻ എന്താ? മഴത്തുള്ളികളാണ്. ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷോവർ, എന്താണ്? എനിക്ക് നല്ല ഒരു ഷോവർ, മഴ ഉണ്ടാക്കാൻ സാധിക്കും.
അപ്പോൾ ഞാൻ നന്നായിട്ട് മരം കുലുക്കി കഴിഞ്ഞാൽ നല്ലൊരു മഴ അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഐ ലൈക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. എനിക്ക് റെയിൻ മഴയിൽ കുളിക്കുന്നത് ഇഷ്ടമാണ്. ബാത്തിങ് എന്ന് പറഞ്ഞാൽ കുളിക്കുക, പക്ഷേ ഇവിടെ കറക്റ്റ് ഉച്ചാരണം ബേസിങ് എന്ന് ഉച്ചരിക്കുന്നതാണ് കേട്ടോ. ഐ ലൈക്ഡ് ബേസിങ് എന്ന് ഉച്ചരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം. ഐ ലൈക്ഡ് ബേസിങ് ഇൻ ദ റെയിൻ. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. ഗ്രാൻഡ് ഫാദറിന് പക്ഷേ അത് ഇഷ്ടമായിരുന്നില്ല, പ്രായമല്ലേ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കളികൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. അത് ഭയങ്കര രസകരമായ കാര്യമാണ്, ഫണ്ണാണ്, നല്ല സന്തോഷമുള്ള കാര്യമാണ്. സോ ഐ ക്വയറ്റ്ലി, അതുകൊണ്ട് ഞാൻ പതുക്കെ വെൻറ്റ് നിയർ ദ സാൻഡൽവുഡ്, ആ ചന്ദനമരത്തിന് സമീപത്തേക്ക് പോയി, സാൻഡൽവുഡ് ട്രീ, ആൻഡ് ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനെ ശക്തിയായിട്ട് കുലുക്കി. ദർ വാസ് എ ഹെവി ഷോവർ. ശക്തമായ മഴ ഉണ്ടായി. ഷോവർ ഇവിടെ മഴയാണ്. ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വർ സോക്ഡ്. എന്താ സംഭവിച്ചത്? ഞാനും ഗ്രാൻഡ് ഫാദറും സോക്ഡ്, നനഞ്ഞ് കുതിർന്നു. സോക്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ് കുതിരുക. ഐ ലവ്ഡ് ഇറ്റ്, എനിക്കിഷ്ടമായി. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. ഗ്രാൻഡ് ഫാദർ പക്ഷേ ഇഷ്ടമായില്ല. ഹി ടേൺഡ് ടു മീ. അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞു. വിത്ത് ആൻ ആംഗ്രി ലുക്ക്. ആംഗ്രി ദേഷ്യമുള്ള ലുക്ക്, നോട്ടത്തോടെ എൻ്റെ നേർക്ക് ഗ്രാൻഡ് ഫാദർ നോക്കി. ഐ വാസ് ഷുവർ, എനിക്ക് ഉറപ്പായിരുന്നു. ഹി വുഡ് ക്യാച്ച് മീ, അദ്ദേഹം എന്നെ പിടിക്കും. ആൻഡ് ബീറ്റ് മീ, തല്ലും. ബീറ്റ് എന്ന് പറഞ്ഞാൽ തല്ലുക. സോ ഐ റാൻ, ഞാൻ ഓടി. ഹി റാൻ ആഫ്റ്റർ മീ, എൻ്റെ പിന്നാലെ അദ്ദേഹം ഓടി. ഐ റാൻ ഫാസ്റ്റ്, ഞാൻ വേഗത്തിൽ ഓടി. ബട്ട് ഹീ റാൻ ഫാസ്റ്റർ, അദ്ദേഹം എന്നെക്കാളേറെ വേഗതയിൽ ഓടി. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ, ഏകദേശം എന്നെ പിടിച്ചു എന്ന ഘട്ടത്തിലെത്തി. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ വെൻ, അപ്പോൾ ഹി സ്റ്റംബിൾഡ്, അദ്ദേഹം തട്ടിമുട്ടി. ആൻഡ് ഫെൽ, വീണു. അദ്ദേഹം തട്ടിമുട്ടിയാണ് വീണു. ഐ റാൻ അവേ ടു ദ പാഡി ഫീൽഡ്സ്. എന്താണ് പാഡി ഫീൽഡ്? പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെല്ല് വിളയിക്കുന്ന പാടം. അപ്പോൾ നെൽപ്പാടത്തിലേക്ക്, പാഡി ഫീൽഡിലേക്ക് ഞാൻ ഓടി. ആൻഡ് ഹിഡ് മൈസെൽഫ് ദർ, ഞാൻ അവിടെ പോയി ഒളിച്ചിരുന്നു. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക, ഹിഡ് ഒളിച്ചു. അപ്പോൾ ഞാൻ ഒളിച്ചിരുന്നു. ഐ ഹേർഡ് ഗ്രാൻഡ് ഫാദർ ഷൗട്ട്. ഗ്രാൻഡ് ഫാദർ ഉറക്കെ ഷൗട്ട് ചെയ്യാണ്, ഉറക്കെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ദാറ്റ് ഹി വുഡ് ടീച്ച് മീ എ ലെസൺ, എന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടു. വെൻ ഐ കെയിം ബാക്ക് ഹോം, ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്. I heard grandfather shout that he would teach me a lesson when I came back home. ഞാൻ തിരികെ, അപ്പം എന്താണ്, ഒളിച്ചിരിക്കുകയാണല്ലോ ഈ പാടത്ത്. ആ സമയത്ത് ഗ്രാൻഡ് ഫാദറിന് ഇവനെ കണ്ടെത്താൻ കഴിയുന്നില്ല, അവൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നുറക്കെ ഗ്രാൻഡ് ഫാദർ വിളിച്ചു പറയുന്നത് രാജ കേട്ടു. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകേണ്ടിയിരുന്നില്ല. ബിക്കോസ് ഐ ഫിയേർഡ്, ഞാൻ ഭയപ്പെട്ടു. ഫിയേർഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു. ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ, എന്നെ ഗ്രാൻഡ് ഫാദർ ബീറ്റ് ചെയ്യും, തല്ലും. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണ്ട. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്സ്, ആ ഫീൽഡിൽ, അതായത് ഞാൻ ആ പാടത്ത് ഇങ്ങനെ അവിടെ എന്ത് ചെയ്തു, സ്റ്റേ ചെയ്തു, അവിടെ തന്നെ നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, ഇരുട്ടാവാൻ തുടങ്ങി. വൈകുന്നേരം കഴിഞ്ഞു, രാത്രി ആവാനുള്ള സമയമാണ്. ഇങ്ങനെ സന്ധ്യയായി, ഇരുട്ടാവായി. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദർ, അവിടെ തന്നെ നിൽക്കാൻ, പാടത്തിൽ തന്നെ നിൽക്കാൻ എനിക്ക് ഭയമായിരുന്നു. അഫ്രൈഡ്, ഞാൻ ഭയപ്പെട്ടു. എലോൺ, ഒറ്റയ്ക്ക്. ഇൻ ദ ഡാർക്ക്നെസ്, ഇരുട്ടിൽ. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ ഞാൻ അവിടെ നിൽക്കാൻ എനിക്ക് വളരെയധികം ഭയമായി. ഐ റിമെമ്പേർഡ് ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹേർഡ്. എന്താ പറഞ്ഞത്? ഐ റിമെമ്പേർഡ്, ഞാൻ ഓർത്തു. ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ്, എല്ലാ പ്രേതകഥകളും. ഐ ഹാഡ് ഹേർഡ്, ഞാൻ കേട്ട എല്ലാ പ്രേതകഥകളും ഞാൻ ഓർത്തുപോയി. കാരണം ഒറ്റക്ക് ഇരുട്ടിൽ നിൽക്കല്ലേ. ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റും നോക്കി. ആൻഡ് ദെൻ റാൻ ടുവാർഡ്സ് ഹോം, എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് നേരെ ഓടി. പക്ഷെ വീട്ടിൽ പോയ പ്രശ്നമുണ്ട്, അടി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഐ വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദറിനെ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ, കാണാൻ, നേരിട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അഫ്രൈഡ്, ഭയപ്പെട്ടു. സോ ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദ ഹൗസ്, അതുകൊണ്ട് ഞാൻ വീടിനുള്ളിലേക്ക് പോയില്ല. ഐ വെൻറ്റ് ടു ദ കൗ ഷെഡ്, എന്താണ് തൊഴുത്തുണ്ടല്ലോ, പശുക്കളെ കെട്ടിടുന്ന സ്ഥലം, അവിടേക്ക് ഞാൻ പോയി. ഐ വെൻറ്റ് ടു ദ കൗ ഷെഡ് എന്ന് പറഞ്ഞാൽ തൊഴുത്ത്. ആൻഡ് ടുക്ക് ഷെൽട്ടർ, എന്നിട്ട് ഞാൻ അഭയം തേടി. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ രക്ഷ അല്ലെങ്കിൽ അഭയം ഒക്കെ തേടി. ഇൻ ദ ലോഫ്റ്റ്, മുകൾ ഭാഗത്തായിട്ട്. താഴെ എന്താണ് പശുക്കളല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിക്കാൻ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാവും. ആ ഒരു ലോഫ്റ്റിൽ ഞാൻ ലോഫ്റ്റ് എന്ന മുകൾ ഭാഗമാണ്, മുകളിൽ, അല്ലെങ്കിൽ ചെറു റൂം എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, മുകൾ ഭാഗത്ത് ഞാനൊന്ന് രക്ഷ തേടി. ഫ്രം ദർ, അവിടെ നിന്ന് ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വെരാന്ത. വെരാന്ത എന്ന് പറഞ്ഞാൽ വെരാന്ത തന്നെ. ഗ്രാൻഡ് ഫാദർ അവിടെ വെരാന്തയിൽ ഇരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടു. സേയിങ് ഹിസ് പ്രേയേഴ്സ്, അദ്ദേഹം ഇങ്ങനെ
സന്ധ്യാനാമമൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. പക്ഷേ ഗ്രാൻഡ് മദർ എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്. ടേൺ അപ്പ് എന്നുള്ളത് ഒരു ഫ്രേസൽ വെർബാണ്. 10ാം ക്ലാസ്സിലൊക്കെ ചോദിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഇംഗ്ലീഷ് എക്സാമിന്. അപ്പോൾ അത് പഠിച്ചോളൂ. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ കം എന്നാണ് കേട്ടോ. അപ്പോൾ ഡിഡ് നോട്ട് ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ വന്നില്ല. അപ്പോൾ വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്, ഞാൻ വരാതിരുന്നപ്പോൾ, ഷീ ലുക്ക്ഡ് ഫോർ മീ എവ്രിവെയർ, എന്നെ സെർച്ച് ചെയ്തു എല്ലായിടത്തും. ഇൻ ദ ഹൗസ്, ആ വീട്ടിലാകെ എന്നെ തെരഞ്ഞു പോയി ഗ്രാൻഡ് മദർ. വെൻ ഷീ കെയിം ഔട്ട്, പുറത്തേക്ക് അവർ വന്നു, ഗ്രാൻഡ് മദർ വന്നു. ആൻഡ് കോൾഡ് എ ലൗഡ് ഫോർ മീ, എനിക്ക് വേണ്ടി ഉറക്കെ വിളിച്ചു. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവേർ ഇൻ ദ ഗാർഡൻ, ഞാൻ ഗാർഡനിൽ എവിടെയോ ഉണ്ട് എന്ന് കരുതിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഗ്രാൻഡ് മദർ ഇങ്ങനെ ഉറക്കെ എന്നെ വിളിച്ചു. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ, പക്ഷേ ഗ്രാൻഡ് മദറിന് ഒരു ആൻസറും കിട്ടിയില്ല. കാരണം ഇവിടെ കൗഷെഡിൽ മുകളിൽ ലോഫ്റ്റിൽ എന്താണ് ഒളിച്ചിരിക്കല്ലേ ഇവൻ. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ, അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഗ്രാൻഡ് മദർ പോയി. ആൻഡ് ആസ്റ്റ്, എന്നിട്ട് ചോദിച്ചു. ആസ്റ്റ് ഹിം വേർ ഐ വാസ്, എവിടെയാണ് ഞാൻ, അതായത് രാജ എവിടെ എന്ന് ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാ, യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്, ആ വീട്ടിലൊക്കെ ശരിക്കും നോക്ക്, സെർച്ച് ചെയ്യൂ. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഹീ ഈസ് ഹൈഡിങ് സംവേർ, എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. സംവേർ എവിടെയോ, ഹൈഡിങ് ഒളിച്ചിരിക്കുക, എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്, അവൻ വീട്ടിലില്ല. ഗ്രാൻഡ് മദർ പറഞ്ഞു. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവ്രിവെയർ, ഞാൻ അവന് വേണ്ടി എല്ലായിടത്തും നോക്കി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസൻ്റെ പാർട്ട് 1 വീഡിയോ. പാർട്ട് 2 വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തൊട്ട് താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടെ കാണുക. അപ്പോൾ ചാപ്റ്റർ മുഴുവനായിട്ട് മനസ്സിലാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.